ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾ. ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാനാണ്. നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുറേ നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ആ തീരുമാനം എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് അത് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ ഒരു തീരുമാനമെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു തീരുമാനമായിരിക്കാം. ഇപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് ന്യൂ മൂണോ അല്ലെങ്കിൽ ഫുൾ മൂണോ ആയിരിക്കാം. അതായത് എപ്പോഴാണോ നിങ്ങൾ ആ ഒരു റീഡിംഗ് കാണുന്നത് അതിന് 2 ദിവസം മുന്നേ ന്യൂ മൂണോ ഫുൾ മൂണോ അല്ലെങ്കിൽ തലേദിവസമോ ആയിരിക്കാം. ഇവിടെ മെനിങ്ങാന്ന് ന്യൂ മൂൺ ആയിരുന്നു. അതിന് ശേഷമാണ് നിങ്ങളിപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം, അതായത് ന്യൂ മൂണിന് ശേഷവും ഇന്നലെയും ഒക്കെ നിങ്ങൾ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു സൂചനയായിട്ടാണ് പറയുന്നത് ഇവിടെ. ഇനി നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ വിവിധ തരത്തിലുള്ള ഡ്രീംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രീംസ് ആയിരിക്കാം കാണാൻ സാധിക്കുന്നത്. ഇനി ഡ്രീംസ് അല്ല എങ്കിൽ ഏതെങ്കിലും ബേഡ്സ് ത്രൂ, അല്ല എങ്കിൽ ഏതെങ്കിലും പ്ലാനറ്റ്, ഏതെങ്കിലും ഇത് നമ്മുടെ മൃഗങ്ങൾ, അല്ല എങ്കിൽ നമ്മുടെ ആകാശത്ത് ഓരോ സിമ്പൽ കാണത്തില്ല, അത് അനുസരിച്ചോ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൈന് ലഭിക്കുന്നതാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വളരെ ഇമോഷണൽ ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേരൻസിനെ കിട്ടി, നിങ്ങളുടെ എനർജി വളരെ പോസിറ്റീവാണ്. ഇങ്ങനെ ഒരു ലൈഫ് പാർട്ട്ണറിനെ കിട്ടി, ഞാൻ നല്ലത് എന്തോ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ലൊരു കുടുംബത്തെയും ഇത്രയും നല്ല ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ വൈഫിനെ തന്നത്, കുട്ടികളെ തന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത്. അതേപോലെ ഓപ്പോസിറ്റും ചില ആൾക്കാർ ചിന്തിക്കും, ഇമോഷണലായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കും. എന്താ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ മാത്രം സംഭവിക്കുന്നത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ദിവസം. നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിനെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. നെഗറ്റീവായിട്ട് ഞാൻ എന്ത് കർമ്മം ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ചില ആൾക്കാരുടെ മദറിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ദിവസം. ഇവിടെ നിങ്ങൾ ഇന്ന് തിടുക്കപ്പെട്ട് ഒരു തീരുമാനം എടുക്കാൻ പോകുകയാണ് എങ്കിൽ ഒന്ന് ആലോചിക്കുക. ഞാനിപ്പോൾ എടുക്കുന്ന തീരുമാനത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഞാനിപ്പോൾ ഈ തീരുമാനം എടുത്താൽ എന്തെങ്കിലും പ്രശ്നം വരുമോ ഭാവിയിൽ, അതൊക്കെ ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ തീരുമാനം എടുക്കുക. കാരണം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് തിടുക്കപ്പെട്ട് ഇന്നത്തെ ദിവസം ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്ന്. അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തെറ്റാണ് നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുകയാണ് ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണ് എങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം കരിയർ വൈസ് ഭയങ്കര ഹേറ്റിക്കായിട്ട് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. ഭയങ്കരമായിട്ട് വർക്ക് ലോഡ് ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരുടെയോ പ്രഷർ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് 2 സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ട് വിഷമിക്കുന്ന അവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ അത് ചെയ്യണോ ഇത് ചെയ്യണോ, അവർ പറയുന്നത് കേൾക്കണോ ഇവർ പറയുന്നത് കേൾക്കണോ, അങ്ങനെയുള്ള സിറ്റുവേഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയും ചെയ്യണം, പക്ഷേ മറ്റൊരാൾ നിങ്ങളെ പ്രഷറൈസും ചെയ്യുന്നു. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ നിങ്ങൾ ഇന്നത്തെ ദിവസം വെള്ളം ഉള്ള സ്ഥലത്തുനിന്ന് കുറച്ച് മാറി നിൽക്കുക. അതായത് സമുദ്രം, നദി, കുളം, കായൽ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അടുത്ത് നിങ്ങൾ ഇന്നത്തെ ദിവസം പോവാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഇന്നത്തെ ദിവസം ഫിനാൻഷ്യൽ വൈസ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കരിയർ വൈസും ബിസിനസ് വൈസും നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇന്നത്തെ ദിവസം ചലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ഇവർ മെച്യൂർലി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം. കൂടുതലും ചാലഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ചലഞ്ചേഴ്സും ഇവരുടെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ചലഞ്ചേഴ്സാണ് ഇവർക്ക് ഇന്നത്തെ ദിവസം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഫാമിലി ചിലപ്പോൾ ഇവരെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ടാകാം വേറെ മാരേജിന്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ചലഞ്ചേഴ്സ് ഇന്നത്തെ ദിവസം ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഹെൽത്ത് വൈസും ചില ആൾക്കാരുടെ ചലഞ്ചിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയിലുള്ള 2 പേർ തമ്മിൽ വഴക്കിടുന്നതായിട്ട് ഇത് ഇവർക്ക് കാണേണ്ട അവസ്ഥ. അങ്ങനെ ഇവർക്ക് ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. ഇല്ല എങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു കുറവ് വരിക, അതിനെ ചൊല്ലി വഴക്കിടുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം വീട് മാറണം എന്നുള്ള രീതിയിൽ നോട്ടീസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ റെൻറ്റ് വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് എങ്കിൽ അവിടെ ഉടമസ്ഥൻ ഇവരോട് മാറാൻ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഹേറ്റിക്കായിട്ട് തോന്നും പെട്ടെന്ന് അങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ. പിന്നെ ചില ആൾക്കാർ ഇന്നത്തെ ദിവസം സ്പിരിച്വൽ ആയിട്ടുള്ള പ്ലേസിൽ കാണാൻ സാധിക്കുന്നു. വളരെ ശാന്തമായിട്ട് ആരും അധികം ഇല്ലാത്ത ഒരു സ്പിരിച്വൽ പ്ലേസിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒറ്റയ്ക്ക്.
ഇവിടെ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ മ്യൂച്വലായിട്ട് പോവുകയാണ് എങ്കിൽ, അതായത് ഒരു കുഴപ്പവുമില്ലാതെ അവരെന്താണോ പറയുന്നത് അത് കേട്ട് മിണ്ടാതെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ആർഗ്യുമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് എങ്കിൽ ഇവർക്കായിരിക്കും ഇന്നത്തെ ദിവസം നഷ്ടം നേരിടേണ്ടി വരിക. ഇവിടെ ഫാമിലിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ല എങ്കിൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും ഇവർക്ക് മെൻ്റൽ കോൺഫ്ലിക്റ്റ് കൂടുതലായിട്ട് ഇന്നത്തെ ദിവസം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.